പശ്ചിമേഷ്യയിൽ വീണ്ടും അനിശ്ചിതത്വം പുകയുകയാണ്. ഇറാനും ഇസ്രായേലും ഒപ്പം അമേരിക്കയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒരു റിപ്പോർട്ട് കാട്ടുതീ പോലെ പടർന്നത്. അതിതാണ് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ ഒളിവിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ഇതിനോട് അതിശക്തമായ ഭാഷയിലാണ് ഇന്ത്യയിലെ ഇറാൻ കോൺസൽ ജനറൽ മറുപടി നൽകിയിരിക്കുന്നത്. ഖമേനിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള റൂമറുകൾ മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിലെ കറുത്ത കൈകളെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇറാൻ കോൺസൽ ജനറൽ പറഞ്ഞത്? എന്താണ് ഇറാനിലെ യഥാർത്ഥ അവസ്ഥ? പരിശോധിക്കാം. ശരിക്കും ഈ റൂമറുകൾ വരാൻ ചില കാരണങ്ങളുണ്ട്. ഇറാനിൽ ഇപ്പോൾ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷവും ഇറാനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ ഭയന്ന ഖമേനി സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും US പടക്കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്ക് എത്തിയതും ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് വേണം പറയാൻ. മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ അബ്ദുൽ ഫസൽ മുഹമ്മദ് അലി മൊത്ലാഖ് ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സുപ്രീം ലീഡർ ഒളിവിലാണെന്നത് വെറും ഊഹാപോഹം മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിൽ നിലവിൽ കാണുന്ന സുരക്ഷാ മാറ്റങ്ങൾ തികച്ചും സ്വാഭാവികമായ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ്. ഇസ്രായേൽ US ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മുൻകരുതലുകൾ ഏതൊരു രാജ്യവും സ്വീകരിക്കുന്നതാണ് എന്നും അത് ഒളിച്ചോട്ടമായി കാണരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനി ഈ വാർത്തകൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഖമേനിയുടെ ആരോഗ്യം മോശമാണ് എന്നും അദ്ദേഹത്തിന് പകരം മകൻ മസൂദ് ഖമേനി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ നേതൃത്വം സുശക്തവും സുസ്ഥിരവുമാണ് എന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ ഭരണകൂടം സജ്ജമാണ് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. എങ്കിലും തെഹ്റാനിലെ ഭരണസിര കേന്ദ്രങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം പ്രഷർ തന്ത്രം ഇറാനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ US ഭരണകൂടം ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓൾ ഔട്ട് വാർ അല്ലെങ്കിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. കോൺസൽ ജനറൽ പറയുന്നത് ഇറാൻ ആരെയും ഭയക്കുന്നില്ല എന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏത് നിമിഷവും തയ്യാറാണ് എന്നുമാണ്. വെസ്റ്റേൺ നേഷൻസ് നടത്തുന്ന ഈ പ്രചാരണങ്ങൾ ഇറാനെ തളർത്താനാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഇറാൻ പറയുന്നത് ഇതൊക്കെയാണ്. ഖമേനി ഒളിവിലല്ല, അദ്ദേഹം സുരക്ഷിതനാണ്. അതുപോലെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഫലമാണ്. ഇനി ഇതൊക്കെ അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അടുത്ത കുറച്ചു ദിവസങ്ങൾ ഇറാനെ സംബന്ധിച്ചും ലോകത്തിന് മുഴുവനും ഏറെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.